മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ ഇന്ന് പെസഹ വ്യാഴാഴ്ചയായി കൊണ്ടാടുകയാണ്. ഈ പെസഹ വ്യാഴാഴ്ചയുടെ സർവ്വ അനുഗ്രഹങ്ങളും കൃപകളും ഈശോ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും പ്രത്യേകമായി നൽകട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇംഗ്ലീഷിൽ ഈ ദിനത്തെ മോണ്ടി തേസ്ഡേ എന്നാണ് അറിയപ്പെടുക. മോണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ പദത്തില് ഉടമ്പടി അല്ലെങ്കിൽ കൽപ്പന എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, 3 കൽപ്പനകള് ഈ ദിവസം പ്രത്യേകമായിട്ട് ഈശോനാഥൻ നൽകുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധ കുർബാന നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് അരുളി ചെയ്തുകൊണ്ട് പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിക്കുകയാണ്. രണ്ടാമതായിട്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. മൂന്നാമതായിട്ട്, നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. യോഹന്നാൻ സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുക. ഈ 3 കൽപ്പനകള് ഈശോനാഥൻ നമുക്ക് നൽകിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ കൽപ്പനകളുടെ വഴിയിലൂടെ ജീവിക്കണമെന്ന് ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നാളെ ഈശോ മിശിഹ പീഡകൾ ഏൽക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, പീഡകൾ ഏൽക്കുന്നതിന്റെ തലേ ദിവസം ഈശോനാഥൻ ആ പീഡകൾ ഏൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിന്റെ ദിനമായിട്ട് എടുക്കുകയാണ്. ഈശോ നാളെ ഏൽക്കേണ്ടി വരുന്ന പീഡകളെ ഓർത്ത്, ആ പീഡകളെ ധ്യാനിച്ചുകൊണ്ട്, ആ പീഡകളുടെ വേദന എത്ര വലുതാണ് എന്ന് ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് ഒരുങ്ങുന്ന ഒരു ദിവസമാണ് ശരിക്കും പെസഹ വ്യാഴാഴ്ച. ദൈവപരിപാലനയുടെ രക്തരൂക്ഷിത അനുഭവത്തിന്റെ ദിവസമാണ് ശരിക്കും പെസഹ വ്യാഴാഴ്ച. ദൈവപരിപാലന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഴപ്പമില്ലാത്ത, എല്ലാം ഭംഗിയായി പോകുന്ന, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകുന്ന ഒരവസ്ഥ എന്നാണ് നമ്മളൊക്കെ പലപ്പോഴും കരുതുക. നമ്മുടെയൊക്കെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി നമ്മുടെ കണ്ണുനീരിലും നമ്മുടെ വേദനയിലും നമ്മുടെ സഹനങ്ങളിലും നമ്മുടെ അസ്വസ്ഥതകളിലും ദൈവപരിപാലനയെ കാണുന്ന ഒരവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ഈ ദിനത്തിലൂടെ ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റിക്കളയണമേ എന്നുള്ള മാനുഷികമായിട്ടുള്ള പ്രലോഭനത്തെ ഈശോ അതിജീവിക്കുന്നതും ഈ ദിവസം നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരുവന്റെ ജീവിതത്തില് എന്തുമാത്രം സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും വന്നാലും അതെല്ലാം മറികടക്കാനുള്ള ഒരു കൃപ അവന് ലഭിക്കും. ദൈവം എന്റെ വലതുഭാഗത്തുണ്ട് എന്നും അവിടുന്ന് എന്റെ കരം പിടിക്കുന്നുണ്ട് എന്നും ആ കരം എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും സുരക്ഷിതമായി എന്റെ അരികിൽ തന്നെയുണ്ട് എന്നുമുള്ള ഒരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നാം ഓരോ നിമിഷവും സൂക്ഷിക്കണം. അപ്പോൾ മാത്രമേ ജീവിത സഹനങ്ങളെ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയുള്ളൂ. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, കടന്നുപോകൽ. പഴയ നിയമത്തിലെ സംഹാരദൂതൻ കടന്നുപോകുന്നതിന്റെ ഓർമ്മയാണ് പെസഹ ആചരിച്ചിരുന്നത് എങ്കിൽ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിൽ നിന്നും ദൈവം മനുഷ്യന്റെ അരികിലേക്ക് കടന്നു വരുന്നതിന്റെ അനുഭവമാണ് ഓർമ്മപ്പെടുത്തുക. പരിശുദ്ധ കുർബാനയായിട്ട് അവന്റെ വേദനകളിലും അവന്റെ ദുഃഖങ്ങളിലും അവന്റെ കണ്ണുനീരിലും അവനോടൊപ്പമായിരിക്കുവാൻ, മനുഷ്യനോടൊപ്പമായിരിക്കുവാനായിട്ട് ഈശോ മിശിഹ അവന്റെ അരികിലേക്ക് ഇറങ്ങി വന്നതിന്റെ ഓർമ്മയാണ് പെസഹ തിരുനാള്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നമ്മുടെ വേദനകളിലും നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ കണ്ണുനീരിലും ഓടിച്ചെല്ലുവാനായിട്ട് ഒരിടമുണ്ട് എന്ന് ഈ പെസഹ തിരുനാൾ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ കുർബാനയെ ദിവ്യകാരുണ്യമെന്നാണ് പറയുക. ദിവ്യകാരുണ്യം എന്നാൽ എപ്പോഴും സംലഭ്യമാകുന്ന അവസ്ഥ. ആർക്കും എപ്പോഴും ഓടിച്ചെന്ന് കണ്ണുനീര് ഇറക്കി വെക്കാൻ പറ്റുന്ന ഇടമാണ് ദിവ്യകാരുണ്യം.
ആ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിലേക്ക്, പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും നമ്മുടെ ദുഃഖങ്ങളിലും ഓടിച്ചെല്ലണം. ആ ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. ഏത് മനുഷ്യനും, അതെത്ര പാപിയായിക്കൊള്ളട്ടെ, എത്ര കുറവുള്ളവനായിക്കൊള്ളട്ടെ, ഏത് നിമിഷവും കടന്നു ചെല്ലാനായിട്ട് അനുവാദമുള്ള ഇടമാണ്. അവന് വേണ്ടി കാത്തിരിക്കുന്നവന്റെ ഇടമാണ് ദിവ്യകാരുണ്യ ഇടമെന്ന് പറയുക, പരിശുദ്ധ കുർബാന എന്ന് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വേദനകളിലും ദുഃഖങ്ങളിലും കണ്ണുനീരനുഭവങ്ങളിലും നമ്മൾ ഓരോരുത്തരും ഓടിച്ചെല്ലേണ്ട നിമിഷങ്ങളാണ് പരിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങളെന്ന്. നമ്മൾ ഓരോരുത്തരും ആശ്വാസം പ്രാപിക്കേണ്ട ഇടമാണ് ദിവ്യകാരുണ്യത്തിന്റെ ഇടമെന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും കുർബാനയോട് ചേർന്ന് നിൽക്കുവാനായിട്ടും ഈ ദിവസം മുതൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന് ഈ ദിനം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഈ ദിവസം നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് കാലുകഴുകൽ ശുശ്രൂഷയെക്കുറിച്ചാണ്. ഒരുവന്റെ അഹന്തയെ മുഴുവനും ഇറക്കി വെക്കണമെന്ന് ഈശോ പഠിപ്പിക്കുക. എളിമയുള്ളവനെ ജീവിതത്തിൽ ഉയർത്തപ്പെടുകയുള്ളൂ. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ശിഷ്യന്മാര് പെസഹ ആചരിക്കുന്നതിന് പോകുന്നതിന് മുമ്പായിട്ട് തങ്ങളിൽ ആരാണ് വലിയവനെന്ന് ഒരു തർക്കം നടത്തുകയാണ്. കാരണം കൂട്ടത്തിൽ ഏറ്റവും ചെറിയവൻ ഗുരുവിന്റെ പാദങ്ങൾ കഴുകി ചുംബിക്കണം. അതുകൊണ്ട് അവർ തർക്കിക്കുക. ഇത് മനസ്സിലാക്കുന്ന ഈശോ അവരെല്ലാവരും ഒത്തുകൂടിയപ്പോൾ അവന്റെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് മേലങ്കി എടുത്തു മാറ്റി ഒരു കച്ച അരയിൽ കെട്ടി വെള്ളമെടുത്ത് അവരുടെ കാല് കഴുകുകയും ആ പാദങ്ങളിൽ ചുംബിക്കുകയും ചെയ്യുകയാണ്. ശിഷ്യന്മാരുടെ അഹന്തയ്ക്കേറ്റ വലിയ തിരിച്ചടിയായിരുന്നു അത്. അഹന്തയുടെ സിംഹാസനങ്ങളിൽ കാലു നീട്ടിയിരുന്ന ശിഷ്യന്മാർക്ക് ഈശോ വലിയൊരു പാഠം കൊടുക്കുകയാണ്. കാല് കഴുകണം, എളിമപ്പെടണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സമൂഹത്തിലായാലും പല പ്രശ്നങ്ങളുടെയും കാരണം എന്താ? ആരാണ് വലിയവനെന്നുള്ള ചോദ്യം. അഹന്തയുടെ ആ സിംഹാസനത്തിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. കുടുംബത്തില് ഭാര്യ അല്ലെങ്കിൽ മക്കള്, മാതാപിതാക്കള്, ഇവരാണ് ചെറിയവര്. മറ്റുള്ളവരെ ചെറിയവരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമങ്ങൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. അഹന്തയെ ഉരിഞ്ഞു വെക്കുവാനായിട്ട് ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ദിവസമാണ് ഈ പെസഹ വ്യാഴാഴ്ച. നമ്മുടെ ജീവിതത്തില് നമ്മുടെയൊക്കെ അഹന്തയെ ഉരിഞ്ഞു മാറ്റാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസം പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ കാല് കഴുകുന്നവനെ കാണാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന്. ഈശോനാഥൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുമ്പോൾ പത്രോസ്ലിഹ പറയാ, നീ എന്റെ കാല് കഴുകണ്ട. അവന്റെ കാല് കഴുകലിനെ കാണുന്ന പത്രോസ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമുക്ക് വേണ്ടി കാല് കഴുകുന്ന ഒത്തിരിയേറെ പേരുണ്ട്. നമ്മുടെ അമ്മമാര്, നമ്മുടെ അപ്പന്മാര്, നമ്മുടെയൊക്കെ സഹോദരങ്ങള്, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കാലുകൾ കഴുകുന്നുണ്ട്. ആ കാല് കഴുകുന്നവരെ കാണാനും അവരെ മനസ്സിലാക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നുകൂടെ പഠിപ്പിക്കുന്ന ദിവസമാണ് ഈ ഒരു ദിവസമെന്ന് നമ്മൾ ആരും മറന്നുപോകരുത്. ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുന്ന ദിവസമാണ് ഈ ഒരു ദിവസം. നമുക്കറിയാം, പൗരോഹിത്യം ജീവിക്കുവാൻ ഏറെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു നാളുകളായി ഇന്ന് ആളുകൾ. പൗരോഹിത്യ ജീവിതങ്ങൾ സമൂഹത്തിൽ ഇന്ന് ഏറെ അവമതിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥയുടെ നടുവില് പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പുരോഹിതരോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നും ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിനത്തിന്റെ സർവ്വകൃപകളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയെ, ദിവ്യകാരുണ്യമാകുന്ന അങ്ങയുടെ മുൻപിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ തിരുമുൻപിൽ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പൈശാചിക അരൂപികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു.
എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.